ശ്രീ ബേബി, കോൺഗ്രസിനൊന്നും പറയാനില്ലേ ഈ BJP നടത്തുന്ന ഇത്തരത്തിലുള്ള പണാധിപത്യത്തിന്മേലുള്ള ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ? ഒപ്പം തന്നെ ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഈ കളങ്കിത വ്യക്തികളിൽ നിന്ന്, കളങ്കിത സ്ഥാപനങ്ങളിൽ നിന്ന് പണം വാങ്ങുന്ന, നിങ്ങൾ പണം പറ്റുന്ന, അതിൻ്റെ പങ്ക് പറ്റുന്നതുകൊണ്ടാണോ നിങ്ങൾക്ക് മൗനം പാലിക്കേണ്ടി വരുന്നത്? റോണി ബേബി, ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം ഇന്ന് രാജ്യം മുഴുവൻ നടത്തുന്ന പോരാട്ടം ആർക്കെതിരെയാണ്? ഈ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകൾക്കെതിരെ. ഈ ഇലക്ട്രൽ ബോണ്ടായിട്ട് വന്നത് മുഴുവൻ ആരുടെ പണമാണ്? ഈ വൻകിട കോർപ്പറേറ്റുകളുടെ കള്ളപ്പണം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടും. ഞാൻ കോൺഗ്രസിന്റെ പ്രതികരണത്തിലേക്ക് വരാം. അതിനു മുൻപേ ഇന്നത്തെ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിന് ചില കണക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ രാജ്യത്തെ കോർപ്പറേറ്റ് എന്ന് പറയാൻ വേണ്ടി നിൽക്കട്ടെ, ഒരേ ഒരു കോർപ്പറേറ്റ് ഗൗതം അദാനി. ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അത് ഇന്ന് രാജ്യത്തിന്റെ പൊതുമേഖലാ ബാങ്ക് ഒന്നുമില്ല, അത് അദാനിയുടെ സ്വന്തം ബാങ്കാണ്. ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് ചില കണക്ക് പരിശോധിച്ചു, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അദാനിക്ക് വേണ്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാറ്റിവെച്ച തുക എത്രയാണെന്നറിയുമോ? 27 ബില്യൺ ഇന്ത്യൻ രൂപയിലേക്ക്. 27 ബില്യൺ. ഈ ഓവർസീസ് പ്രോജക്ട്, അദാനിയുടെ ഇന്ത്യക്ക് പുറത്തുള്ള പ്രോജക്റ്റുകളിന് വേണ്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാറ്റിവെച്ചിരിക്കുന്നത് 200 ബില്യൺ. ഈ അടുത്ത കാലത്ത് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ 2 പ്രോജക്റ്റുകൾ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ ഗംഗ എക്സ്പ്രസ് വേ പ്രോജക്ട്, അതിനുവേണ്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുത്തിരിക്കുന്ന ലോൺ 11,000 കോടി. അതുപോലെ മുന്ദ്രയിൽ 34,000 കോടി. എന്തിനു വേണ്ടി അറിയാം? പോളി വൈനിൽ ക്ലോറൈഡ് PVC പ്രോജക്ട്. അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് തന്നെ ഫണ്ട് കൊടുക്കാൻ നിർവാഹമില്ലാഞ്ഞിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കൺസോർഷ്യം രൂപീകരിച്ചിരിക്കുക മറ്റു ബാങ്കുകളുമായിട്ട്. എന്തിനു? അദാനിക്ക് വേണ്ടി 34,000 കോടി. ഇപ്പോൾ ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ അവരുടെ സമ്പാദ്യം മുഴുവൻ, അവരുടെ വരുമാനം മുഴുവൻ ആർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയെന്നറിയോ? ഈ പറയുന്ന ഗൗതം അദാനി എന്ന് പറയുന്ന ഏക വ്യക്തിക്ക് വേണ്ടിയിട്ട്. കഴിഞ്ഞ 10 വർഷം മോദി ഭരണത്തിലുള്ള റോണി ബേബി അത് മനസ്സിലാകുന്നുണ്ട്. കാരണം ഈ കോർപ്പറേറ്റുകളും മോദി സർക്കാർ തമ്മിലുള്ള ബന്ധം, SBI അടക്കമുള്ള ബാങ്കുകൾ ലോൺ കൊടുക്കുന്നതും നമുക്കറിയാം. നമ്മുടെ മുന്നിൽ വിജയ് മല്യ ഉണ്ട്, നിരവധി പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് പണം പറ്റിച്ചുകൊണ്ട് പോകുന്ന നിരവധി പേരുണ്ട്, നീരവ് മോദി അടക്കമുള്ള. ആ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ്. ഇവിടെ നിങ്ങൾ കൂടി ചോദ്യമുനയിലാണ്, നിങ്ങളുടെ പാർട്ടി ചോദ്യമുനയിലാണ്. സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് നിങ്ങൾക്ക് പ്രശ്നമില്ലേ? നിങ്ങൾ ഇൻകം ടാക്സ് റെയ്ഡിൻ്റെ പേരിൽ നിരവധി കമ്പനികൾ കയറിയിറങ്ങും, ED ഭീഷണിപ്പെടുത്തിയതിൻ്റെ പിന്നാലെ പണം കൊണ്ട് വരുമ്പോൾ അത് വാങ്ങിയത് നിങ്ങൾക്ക് കുറ്റബോധമില്ലേ? നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ദിവസം DMK അടക്കമുള്ള പാർട്ടികൾ അവർക്ക് ആരാണ് പണം തന്നതെന്ന് വെളിപ്പെടുത്തിയപ്പോൾ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ കഴിയാത്തത് എന്താണ്? നിങ്ങൾക്ക് നീതിയുടെ മുന്നിൽ, ഒപ്പം തന്നെ രാഷ്ട്രീയ നൈതികതയുടെ പേരിൽ നിങ്ങൾക്ക് ആ പേരുകൾ വെളിപ്പെടുത്താൻ കഴിയാത്തത് എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇങ്ങനെ ആകരുതെന്ന് കരുതുന്ന ഒരു വലിയ ജനവിഭാഗം ഇന്ത്യയിലുണ്ട്. അവരെ തൃപ്തിപ്പെടുത്താൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. എന്താണ് നിങ്ങൾ ഒളിച്ചു വെക്കുന്നത്? എന്തിന് നിങ്ങൾ മറയ്ക്കുന്നു കോൺഗ്രസ്? ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക്, എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് എന്നെ ഒരു ഉത്തരത്തിലേക്ക് വരാം. 2017-18 ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടുകൾ വന്നപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തത് ആരൊക്കെയാ? ഒന്ന് നമുക്കറിയാൻ പറ്റും, ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന NGO. രണ്ടാമത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്. അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ പേര് തന്നെ പറയാം. കോൺഗ്രസിന് വേണ്ടി കേസ് കൊടുത്ത ആളുടെ പേര് ജയ താക്കൂർ. മധ്യപ്രദേശിലെ വനിതാ കോൺഗ്രസിന് ഞങ്ങളുടെ ലീഗലായ വിഷയങ്ങൾ മുഴുവൻ ഈ ഇലക്ഷൻ കമ്മീഷന്റെ വിഷയത്തിൽ ഉൾപ്പെടെ അവർ സുപ്രീം കോടതി കേസ് കൊടുത്തിട്ടുണ്ട്. ജയ താക്കൂർ, അങ്ങ് ദയവായി പരിശോധിക്കുക. ഞാൻ പറയുന്ന പേര് റെഫറൻസ് അങ്ങ് തന്നെ പരിശോധിക്കുക. ഇവിടെ ഈ വിഷയമുണ്ടായി. മാർച്ച് 6-നകം വിവരം നൽകിയില്ല എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് സുപ്രീം കോടതിയിലേക്ക് പോയ പ്രസ്ഥാനത്തിന്റെ പേര് CPIM എന്നാണ്. ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെ പേര് സീതാറാം യെച്ചൂരി എന്നാണ്. അങ്ങനെ ഒരു പാർട്ടി പോയത് കൊണ്ട് മാത്രമാണ് ഇവിടെ കോടതിയലക്ഷ്യ ഹർജി വരുമെന്ന് സുപ്രീം കോടതി വീണ്ടും വിഷയം എടുക്കുകയും വളരെ അന്ത്യശാസനം നൽകി വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തത്. അവിടെ കോൺഗ്രസ് എന്ത് മൗനമാണ് പുലർത്തിയത്? താങ്കൾ ഈ ജയ ഠാക്കൂറിന്റെ പേര് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ താങ്കളുടെ പാർട്ടി പുലർത്തിയ മൗനവും എല്ലാം ഇവിടെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ റോണി ബാബി, ഒരിക്കലുമില്ല. ഈ കേസിലെ വിധി വന്നതെന്നാ ഫെബ്രുവരി 15-ാം തീയതിയാ. ആ വിധിയിൽ ഞാൻ പറഞ്ഞതാണ് ഈ പറഞ്ഞ 3 കക്ഷികളുടെ കാര്യം. അതിൻ്റെ അകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്. പിന്നീട് ശരിയാണ്, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് CPM ഫയൽ ചെയ്തു. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന ആ NGO ഫയൽ ചെയ്തു. ഞങ്ങൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഫയൽ ചെയ്തില്ല എന്നത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് ആധാരമായിട്ടുള്ള കോടതി ജഡ്ജ്മെന്റ് അതിൻ്റെ അകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കക്ഷിയാ. ഞാനൊരു കാര്യം വളരെ കൃത്യമായി പറയട്ടെ. ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയം അന്ന് മുതൽ ഇലക്ട്രൽ ബോണ്ടിനെ എതിർത്ത പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പിന്നെ നിങ്ങൾ ചോദിച്ചു ഞങ്ങൾ ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട്, ഞങ്ങൾ ഒരു വ്യവസായി വന്ന് കോൺഗ്രസിന് സംഭാവന നൽകാൻ വേണ്ടി തയ്യാറാവുമ്പോൾ ഇത് രാജ്യം അന്ന് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. ഇത്രയും സുതാര്യമായി കാര്യങ്ങൾ ചെയ്യുന്ന താങ്കളുടെ പ്രസ്ഥാനത്തിന് എന്താണ്, ആരാണ് പണം നൽകിയെന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം?
നിങ്ങൾക്ക് രാഷ്ട്രീയ നൈതികതയില്ലേ? നിങ്ങൾ നിയമത്തിന്റെ പ്രശ്നം വിടൂ. ഇപ്പോൾ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് സാങ്കേതികമായി നിയമപരമായി ഞങ്ങൾക്കത് വെളിപ്പെടുത്താൻ കഴിയില്ല. കോൺഗ്രസിനും അതേ നിലപാട് തന്നെയാണ് ഉള്ളത്. നിങ്ങളും വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതേക്കാൾ തിങ്കളാഴ്ച കൃത്യമായി വ്യാഴാഴ്ച വരുമല്ലോ കൃത്യമായ വിവരങ്ങൾ. ഏതൊക്കെ പാർട്ടികൾക്കാണ് ഒരു കാര്യം കൃത്യമായി പറയാം. സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും പണം സ്വീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാരമ്പര്യമൊന്നും കോൺഗ്രസിനില്ല. പിന്നെ CPM സാന്റിയാഗോ മാർട്ടിൻ അല്ല, അത് എനിക്ക് മനസ്സിലായി, എങ്ങോട്ട് പോകുന്നത് മനസ്സിലായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വിഷയം വരുമ്പോൾ ഏകദേശം 20,000 കോടിയുടെ ഇടപാടാണ് ഇലക്ട്രൽ ബോണ്ടുമായി. അത് പറയുമ്പോൾ താങ്കളും താങ്കളുടെ പ്രസ്ഥാനവും പറയുന്നു ഉടനെ സാന്റിയാഗോ മാർട്ടിൻ. ദേശാഭിമാനി പണ്ട് 2 കോടി മേടിച്ച കാര്യം, ദേശാഭിമാനി 2 കോടി മേടിച്ചത് ഇവിടെ എല്ലാവർക്കും അറിയാം. ആ 2 കോടിയുമായി ബന്ധപ്പെട്ട് അതൊരു കരാറിൻ്റെ പേരിൽ മേടിച്ചതാണെന്നും അത് തിരികെ കൊടുത്തതാണെന്നും ഒക്കെ കൃത്യമായി അറിയാം. നിങ്ങളെങ്ങനെയാണ് ഈ 20,000 കോടിയുടെ സാന്റിയാഗോ മാർട്ടിൻ്റെയും അതോടൊപ്പം തന്നെ ഇവിടെ പൊട്ടിമുളച്ച കമ്പനികളിൽ നിന്നും പണം മേടിച്ചിട്ട് അതിനെ ഉടനെ കൊണ്ട് ഈ സാന്റിയാഗോ മാർട്ടിൻ്റെ ദേശാഭിമാനിയിലെ കൊണ്ട് കെട്ടുന്നത്? ഇത് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ശ്രീ റോണി കെ.